ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നഷ്ടം പൂർണ്ണമായി തിട്ടപ്പെടുത്തിയാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി പ്രസാദ്. വിലങ്ങാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിലങ്ങാട് പ്രായോഗികവും വേഗത്തിൽ നടപ്പാക്കാനാവുന്നതുമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് മോക്ഷത്തിനായി കർമ്മങ്ങൾ ചെയ്യാനൊരുങ്ങി ഐവർ-മഠം കൃഷ്ണപ്രസാദ് വാര്യർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഉരുൾപൊട്ടലിൽ കർഷകർക്ക് നേരിട്ട നഷ്ടം ഇതുവരെ പൂർണ്ണമായി തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നും അത് കണക്കാക്കിയാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പി പ്രസാദ്. വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകർ നഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകി വരുന്നതേയുള്ളൂവെന്നും എല്ലാവർക്കും അപേക്ഷകൾ നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കൃഷി നഷ്ടം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് ചർച്ച ചെയ്യാനായി വിദഗ്ധരെ പങ്കെടുപ്പിച്ച് ഓഗസ്റ്റ് 13 ഉന്നതതല യോഗം കൃഷി വകുപ്പ് വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പരമ്പരാഗത അറിവും ശാസ്ത്രീയമായ അറിവും ഉപയോഗപ്പെടുത്തി കൃഷി പരിപോഷിപ്പിക്കാൻ ആവശ്യമായത് ചെയ്യും. കർഷകർ കൃഷി ഉപേക്ഷിച്ചു പോവുക എന്നത് ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തമായിരിക്കുമെന്നും കർഷകരെ കാർഷിക രംഗത്ത് നിലനിർത്താൻ ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. കർഷകർ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ തന്നെ അവർക്ക് അതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുക. ഇപ്പോൾ എല്ലാം എയിംസ് പോർട്ടലിലാണ് രേഖപ്പെടുത്തി വരുന്നതെല്ലാം. അതിന് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിന്റെ ഭാഗമായിട്ടും കർഷകർ നേരിട്ടുമുള്ള തരത്തിൽ അതിന്റെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നുള്ളത് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ സമയം കർഷകർക്ക് നൽകേണ്ടിയിരിക്കും. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. പലയിടങ്ങളിലും അവരെല്ലാം ക്യാമ്പുകളിലും മറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് കർഷകർക്ക് മതിയായ സമയം കൊടുത്ത് തന്നെ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടും അതിന് പുറത്തുള്ള പരിശോധന നടത്തിക്കൊണ്ടും യഥാർത്ഥമായ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ നമുക്ക് ഏതൊരാൾക്കും കാണുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു നമ്മൾ എന്താ പറയുക, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇ കെ വിജയൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ, വൈസ് പ്രസിഡന്റ് സെൽമ രാജു, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. വിലങ്ങാട് ഉരുൾപൊട്ടൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിലങ്ങാട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മാത്രമല്ല, അപകട മേഖലയിൽ താമസിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റി പാർപ്പിക്കുക എന്നതുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് സർക്കാരുമായിട്ട് സഹകരിക്കും. അല്ലാതെ ഇപ്പോൾ MP തന്നെ, ശ്രീ ഷാഫി പറമ്പിൽ MP തന്നെ 20 വീടുകൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വീടുകൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ചെയ്യാൻ ഞങ്ങൾ കൂടി തയ്യാറാണ്. ഞങ്ങൾ കൂടി എത്ര വീടുകൾ വേണമെങ്കിലും അഡീഷണലായിട്ട് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൂടി സന്നദ്ധരാകും. MP-യുമായിട്ട് കൂടി, ശ്രീ ഷാഫി പറമ്പിൽ MP-യുമായിട്ട് കൂടി ആലോചിച്ച്, ഇവിടെയുള്ള ലോക്കൽ എല്ലാവരുമായിട്ട് ആലോചിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് സർക്കാർ ചെയ്യുന്നത് കൂടാതെ ഞങ്ങൾ കൂടി ചെയ്യാൻ തയ്യാറാണ്. വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വിലങ്ങാട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിഞ്ഞതിനേക്കാൾ വ്യാപ്തിയുള്ളതാണെന്ന് നേരിട്ട് ബോധ്യമായി. ഒരുപാട് ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു. കുറെ വീടുകൾ വാസയോഗ്യമല്ല. അപകടാവസ്ഥയിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷാഫി പറമ്പിൽ MP-യുടെ നേതൃത്വത്തിൽ 20 വീടുകൾ നിർമ്മിക്കും. ആവശ്യമെങ്കിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനും നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ,
കോഴിക്കോട്. വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശത്ത് പ്രായോഗികവും വേഗത്തിൽ നടപ്പാക്കാനാവുന്നതുമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉരുൾപൊട്ടലുണ്ടായ ശേഷം 4 മന്ത്രിമാർ വിലങ്ങാട് സന്ദർശിച്ചു. ഇവിടെയുണ്ടായ കനത്ത ആഘാതവും ദുരിതങ്ങളും ചർച്ച ചെയ്തു. പുനരധിവാസത്തെക്കുറിച്ച് ഔദ്യോഗികമായി ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ കൂടി അഭിപ്രായം കേട്ട് എങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കും. ഉരുൾപൊട്ടിയ മേഖലയിൽ നടക്കുന്ന ശാസ്ത്രീയ പഠന റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും പുനരധിവാസം തയ്യാറാക്കുക എന്നും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു. ഭാഗ്യം കൊണ്ട് പ്രദേശത്ത് ഗുരുതര ആൾനാശം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. സ്കൂളിലെ ക്യാമ്പിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റും. സ്കൂളിൽ 1-2 ദിവസങ്ങൾക്കകം തന്നെ ക്ലാസുകൾ തുടങ്ങേണ്ടതുണ്ട്. നാശനഷ്ടങ്ങൾ നേരിട്ട ആളുകളുടെ പ്രയാസം പരിഹരിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായി എന്നതിന്റെ വിശദ കണക്കുകൾ റവന്യൂ വിഭാഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രായോഗികവും ഫലപ്രദവും പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകിയാകും സർക്കാർ മുന്നോട്ട് പോവുക എന്ന് മന്ത്രി വിശദീകരിച്ചു. പിന്നെ അതിന് ആധാരമായ ഒരു ശാസ്ത്രീയ പഠനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ശാസ്ത്രീയ പഠനം കൂടി പരിഗണിച്ച് വേണം ഇവിടെ ഏത് തരം പുനരധിവാസമായിട്ട് നമുക്ക് ആലോചിക്കാൻ. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് യുക്തിസഹമായും ശാസ്ത്രീയമായും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ദുരന്തബാധിതരെ കണ്ട മന്ത്രി ശശീന്ദ്രൻ അവരുടെ പരാതികളും ദുരിതങ്ങളും നേരിൽ കേട്ടു. ദുരന്തത്തിൽ മരണപ്പെട്ട കുളത്തിങ്കൽ മാത്യുവിന്റെ വീടും മന്ത്രി സന്ദർശിച്ചു. ഇ.കെ. വിജയൻ എം.എൽ.എ, വടകര ആർ.ഡി.ഒ. പി. അൻവർ സാദത്ത്, വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. സുരയ്യ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ മന്ത്രിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് മോക്ഷത്തിനായി കർമ്മങ്ങൾ ചെയ്യുമെന്ന് ഐവർമഠം കൃഷ്ണപ്രസാദ് വാര്യർ. മരണാനന്തര കർമ്മങ്ങളും അന്നദാനവും നടത്തുമെന്ന് കൃഷ്ണപ്രസാദ് വാര്യർ കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 6 മണി മുതൽ 7 മണി വരെ നിലാ നദീ തീരത്ത് വെച്ച് ഈ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുവാൻ വേണ്ടി ഒരു കർമ്മം ചെയ്യുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ മൃതിയടഞ്ഞ എല്ലാവർക്കും വേണ്ടി ദുരന്തത്തിന്റെ 15ാം ദിവസമായ ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെ തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് നിലാനദീതീരത്ത് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുമെന്നും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഐവർമഠം കൃഷ്ണപ്രസാദ് വാര്യർ അറിയിച്ചു. ഈ സമയത്ത് എല്ലാവരുടെയും വീടുകളിൽ വിളക്കോ മെഴുകുതിരിയോ കൊളുത്തി ആത്മാക്കളുടെ മോക്ഷത്തിനായി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ മരിച്ച സ്ഥലത്ത് ആർക്കെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അവർക്ക് കർമ്മം ചെയ്ത് കൊടുക്കുന്നതാണ്. അതിന് പ്രത്യേക പ്രതിഫലമൊന്നും വാങ്ങിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. 16ാം ദിവസമായ ഓഗസ്റ്റ് 14 ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 100ഓളം പേർക്ക് അന്നദാനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പിറ്റേ ദിവസം 16ാം ദിവസം ബുധനാഴ്ച 14ാം തീയതി ഒരു 100 പേർക്ക് അന്നദാനവും അവിടെ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാ പഠന ഗവേഷണ അവതരണ സംഘം 25ാം വാർഷിക ആഘോഷവും ലോക ഫോക്ലോർ ദിനാചരണവും ഓഗസ്റ്റ് 22 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്യും. ശില്പശാല, സഹായ വിതരണം, പുരസ്കാര സമർപ്പണം, സിനിമാ പ്രദർശനം, നാടൻ പാട്ടുത്സവം എന്നിവയാണ് പ്രധാന പരിപാടികൾ.
2024 വാർഷിക പുരസ്കാരം ഫോക്ലോർ ദിനമായ ഓഗസ്റ്റ് 22 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ പ്രഖ്യാപിച്ച അവാർഡ് സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ സാന്നിധ്യമായിരുന്ന, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു മരണാനന്തര പുരസ്കാരമാണ് ശ്രീ റഹീം പൂവാട്ടുപറമ്പ്. പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാ പഠന ഗവേഷണ അവതരണ സംഘം 2024 വാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. റഹീം പൂവാട്ടുപറമ്പിന് മരണാനന്തര പുരസ്കാരമായി സാംസ്കാരിക രത്നം പുരസ്കാരം സമർപ്പിക്കും. ഷിത ജഗത്തിന് മാധ്യമരത്നം പുരസ്കാരവും, രാഹുൽ കൈമലയ്ക്ക് ചലച്ചിത്ര രത്നം പുരസ്കാരവും, ബാലൻ വേട്ടുപുരക്കലിന് നാടൻ കലാരത്നം പുരസ്കാരവും നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് 22 ടൗൺ ഹാളിൽ നടക്കുന്ന പാട്ടുകൂട്ടം കോഴിക്കോട് 25ാം വാർഷികാഘോഷ പരിപാടിയിൽ സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ വകുപ്പ് മുൻ മേധാവി ഡോക്ടർ EK ഗോവിന്ദവർമ്മ രാജ ഫോക്ലോർ ദിന സന്ദേശം നൽകും. വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ബാബു പറശ്ശേരി, പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര, ജൂറി അംഗം സന്ദീപ് സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയപാതയിൽ സെൽഫി എടുത്ത് അവകാശവാദം ഉന്നയിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് 10 വർഷമായി റീടാറിംഗ് പോലും നടത്താത്ത കുറ്റ്യാടി കോഴിക്കോട് സംസ്ഥാന പാതയ്ക്കായി പദ്ധതി നടപ്പിലാക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ നടത്തിയ ചക്രസ്തംഭന സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനർനിർമ്മാണത്തിന് ഫണ്ട് അലോക്കേഷനും അക്വിസിഷൻ നടപടികളും പുതിയ അലൈൻമെന്റുകളും പൂർത്തിയാക്കി റോഡ് വികസനം ഉറപ്പുവരുത്തേണ്ടത് ജില്ലയുടെ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിന്റെ ബാധ്യതയാണ്. ഒട്ടേറെ സ്ഥലങ്ങളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് കാരണം യാത്രക്കാർ ദിവസങ്ങളായി ദുരിതത്തിലാണ്. കുറ്റ്യാടി മുതൽ കോഴിക്കോട് വരെയുള്ള റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വൻ കുഴികളിൽ വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നതും അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും നിത്യസംഭവമായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. മഴ മാറി നിന്നിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് BJP സമരത്തിനിറങ്ങുന്നതെന്നും ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴി മൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കലാപരിപാടി അനുവദിക്കില്ലെന്നും സജീവൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ഈ റോഡ് അറ്റകുറ്റപ്പണികൾ തീർത്ത് റീടാറിംഗ് നടത്താൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ വായിൽ വികസനത്തെക്കുറിച്ച് പറയുന്ന ഒരു മന്ത്രി കോഴിക്കോടിന് സ്വന്തമായിട്ടുണ്ട്. പൊതു മരാമത്ത് മന്ത്രി കോഴിക്കോടിൻ്റെതാണ്. അയാളുടെ പണി നരേന്ദ്രമോദി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വികസനം നടത്തുന്ന ദേശീയപാതയിൽ പോയിട്ട് സെൽഫി എടുക്കുക എന്നുള്ളതാണ്. ദേശീയപാതയിൽ പോയി സെൽഫി എടുക്കുന്ന മുഹമ്മദ് റിയാസിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെ സ്വന്തം സംസ്ഥാന പാതയിൽ നല്ല റോഡൊന്ന് കാണിച്ചു തരാൻ മുഹമ്മദ് റിയാസിനെ ഞാൻ വെല്ലുവിളിക്കുക. എരത്തൂർ മണ്ഡലം പ്രസിഡന്റ് R ബിനീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ അനുരാധ തായാട്ട്, CP സതീഷ്, ബിന്ദു ചാലിൽ, ചേളന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC അഭിലാഷ്, സുനിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്ഷേമനിധി അംഗത്വ ഫീസ് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. മത്സ്യപ്രവർത്തക സംഘം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധി അംഗത്വ ഫീസ് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിനെതിരെ മത്സ്യപ്രവർത്തക സംഘം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. സംഘം സംസ്ഥാന പ്രസിഡന്റ് P പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ അംശദായം കുത്തനെ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പിൻവലിച്ച് അംഗങ്ങളുടെ പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷാ കാര്യത്തിൽ യാതൊരു പരിഗണനയും നൽകാതെ, മത്സ്യത്തൊഴിലാളികളുടെ ജീവന കാര്യത്തിൽ യാതൊരു പരിഗണനയും നൽകാതെ, സാമ്പത്തികമായിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ട് ഈ ക്ഷേമനിധി ബോർഡിനെ മാറ്റുന്നതിനെതിരെയാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സമരത്തിനിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങളെ മാന്യമായിട്ട് മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം നേതൃത്വം നൽകും.
ജില്ലാ പ്രസിഡന്റ് എ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ശ്രീനിവാസൻ, താലൂക്ക് പ്രസിഡന്റ് കെ ശിവദാസൻ, വൈസ് പ്രസിഡന്റ് എ മണികണ്ഠൻ, കെ സന്തോഷ് കുമാർ, എം മണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ലിട്രാറ്റിക്ക ക്ലബിന്റെയും ദേശീയ പുസ്തക പ്രേമി ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം എഴുത്തുകാരൻ വടേക്കണ്ടി നാരായണൻ നിർവഹിച്ചു. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. വളരെ വിശാലമായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള പാസ്പോർട്ടും വിസയുമാണ് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് നൽകുന്നതെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ വടേക്കണ്ടി നാരായണൻ പറഞ്ഞു. ലിട്രാറ്റിക്ക എന്ന പേരിൽ തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഇംഗ്ലീഷ് ക്ലബിന്റെയും ദേശീയ പുസ്തകപ്രേമി ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. It's a widely spoken language ever and far and wide the globe. പ്രധാനാധ്യാപിക കെ പി വൃന്ദ അധ്യക്ഷയായി. ഫാറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ സി അസ്ലം മുഖ്യാതിഥിയായി. എം സുധീർ കുമാർ, എ കെ സജീറ, ടി ടി കെ ജസീറ, വി ടി കെ മുഹമ്മദ് സലീം, എൻ കെ ഖദീജ, അശ്വതി പി നായർ, സി ടി തൻസീർ, കെ കെ നജ ഷെറിൻ, സി പി നന്ദന തുടങ്ങിയവർ സംസാരിച്ചു. നിവേദ ശ്രീകുമാർ, ചൈത്ര സി, എൽ എസ് അദ്വൈത, വഫ ഫാത്തിമ, ഹൈഫ അനീഫ, എസ് മാളവിക, തേജ ലക്ഷ്മി എന്നീ വിദ്യാർത്ഥികൾ പരിപാടികൾ അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെയും താൻസി റാണിയുടെയും വേഷം അണിഞ്ഞ വിദ്യാർത്ഥികൾ വന്ന് ഇംഗ്ലീഷിൽ സംവദിച്ചത് കൗതുകമായി. അഭിനയ ഗാനം, പദ്യം ചൊല്ലൽ തുടങ്ങിയ ഇനങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഗസാക്കി ദിനത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തിയും പ്രത്യേക അസംബ്ലി ചേർന്നും ധീരദേശാഭിമാനികളെ സ്മരിച്ചും കോട്ടൂർ പെരുവച്ചേരി GLP സ്കൂൾ കുട്ടികൾ. അധ്യാപകരുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെയും യുദ്ധവിരുദ്ധതയുടെയും അറിവുകൾ കുട്ടികൾക്ക് നൽകിയത്. കോട്ടൂർ പെരുവച്ചേരി GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ നാഗസാക്കി ദിനത്തിൽ നടത്തിയ യുദ്ധവിരുദ്ധ സന്ദേശ റാലി ശ്രദ്ധേയമായി. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനവും നാഗസാക്കി ദിനവും അതിൻ്റെതായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ ഇത്തരം ദിനാചരണ പ്രവർത്തനങ്ങൾ സഹായിക്കും. ഹെഡ് മാസ്റ്റർ AD ഷിനീത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രത്യേക അസംബ്ലി നടത്തി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സമര ആഹ്വാനവുമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന പോരാട്ടത്തിനൊരുങ്ങിയ ധീര ദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ട് അധ്യാപകരായ NC ആനന്ദ്, M ലിനിത കുമാരി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. അതോടൊപ്പം തന്നെ അധ്യാപകരായ ദിവ്യ S, കുഞ്ഞാമി എന്നിവരുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശ പോസ്റ്ററുകളുടെ നിർമ്മാണവും പ്രദർശനവും യുദ്ധവിരുദ്ധ സന്ദേശ റാലിയും സമാധാനത്തിന്റെ സന്ദേശം പൊതു ഇടങ്ങളിലേക്ക് എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാന ഡയറക്ടറി ലോഗോ പ്രകാശനവും നടന്നു. ബീച്ച് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ രക്തം ദാനം ചെയ്തു.
ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം യൂത്ത് വിങ്ങും കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ജനറൽ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫറോക്ക് വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര നിർവഹിച്ചു. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. പക്ഷേ മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി തന്റെ ശരീരത്തിന്റെ ഭാഗം വരുന്നപോളം തന്റെ ശരീരത്തിൽ കുറച്ച് രക്തം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനസ്സുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊക്കെ. ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന നമ്മുടെ നൗഷാദ് 35 പേർക്കിട്ട് ബ്ലഡ് ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 35 പേരുടെ ജീവൻ നിലനിർത്താൻ നൗഷാദിന്റെ ഭാഗത്തുനിന്ന് നൗഷാദ് അതിനുവേണ്ടി ശ്രമം നടത്തി. അതിൽ നൗഷാദ് തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ നൽകി എന്ന് മനസ്സിലാക്കണം. അത് വലിയൊരു മനസ്സാണ്. വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെ സാധിക്കുള്ളൂ. ഇവിടെ നേരത്തെ കേൾക്കാനിടയായി 55 തവണ ബ്ലഡ് കൊടുത്തവരുണ്ടെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 55 തവണ 35 തവണ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ശരീരത്തിന് ഒരു കേടും വരുന്നില്ല. നമ്മളെ ശരീരത്തിന് നല്ലതാണ്. രക്തം സ്വീകരിക്കുന്നവനും രക്തം നൽകുന്നതിനും ആരോഗ്യത്തിന് അത് ഗുണകരമാണ് എന്നതാണ് നമ്മൾ കാണേണ്ടത്. രക്തദാന ഡയറക്ടറിയുടെ ലോഗോ KVVES ജില്ലാ സെക്രട്ടറി KM ഹനീഫ പ്രകാശനം ചെയ്തു. ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് നൌഷിദ് അരീക്കാട് അധ്യക്ഷനായ ചടങ്ങിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷാസ് ഫറൂഖ്, ബീച്ച് ഹോസ്പിറ്റൽ ഡോക്ടർമാരായ ഡോക്ടർ മേരി, ഡോക്ടർ ടോക്കോ, ഡോക്ടർ ആകാശ്, മണ്ഡലം പ്രസിഡന്റ് OP രാജൻ, സെക്രട്ടറി ബീരാൻ കോയ, ട്രഷറർ അജ്മൽ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ഷമീർ ഗോൾഡൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസീർ PC, MK അബൂബക്കർ, ഇല്യാസ് ബേപ്പൂർ, നിഷാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാറക്കൽ ആമിനയുടെ കോന്തല കിസ്സകൾ എന്ന പുസ്തകം ഓഗസ്റ്റ് 15 മുക്കത്ത് പ്രകാശനം ചെയ്യും. നോവലിസ്റ്റ് BM സുഹറയിൽ നിന്നും പ്രവാസി വ്യവസായി സുധീർ K നായർ പുസ്തകം ഏറ്റുവാങ്ങും. 1921 മലബാർ കലാപം മുതൽ ഉള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരു ഗ്രാമത്തിന്റെ മതം, രാഷ്ട്രീയം, സംസ്കാരം, കൃഷി, ജീവിത രീതി, വിദ്യാഭ്യാസം എന്നിവയെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളുന്ന വളരെ വൈകാരികവും സംഭ്രമജനകവുമായ എന്നാൽ ഏറെ തമാശകൾ നിറഞ്ഞ ഒരുപാട് കുറിപ്പുകളായിരുന്നു. ഗൃഹാതുര സ്മരണകൾ പങ്കുവയ്ക്കുന്ന പാറക്കൽ ആമിനയുടെ കോന്തല കിസ്സകൾ എന്ന പുസ്തകം ഓഗസ്റ്റ് 15 മുക്കം കക്കാടങ്ങാടിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും. പ്രശസ്ത നോവലിസ്റ്റ് BM സുഹറ ദുബായിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും വ്യവസായിയുമായ സുധീർ K നായർക്ക് നൽകി പ്രകാശനം നിർവഹിക്കും. PMI ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തും. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ കഥാകൃത്തിനെയും കഥാപാത്രങ്ങളെയും ആദരിക്കും. കോഴിക്കോട് മാതൃഭൂമി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ TP അബൂബക്കർ, റഹ്ന KC, P സാദിഖ് അലി, തൗഫീഖ് CT തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നഷ്ടം പൂർണ്ണമായി തിട്ടപ്പെടുത്തിയാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി P പ്രസാദ്. വിലങ്ങാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിലങ്ങാട് പ്രായോഗികവും വേഗത്തിൽ നടപ്പാക്കാനാവുന്നതുമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് മോക്ഷത്തിനായി കർമ്മങ്ങൾ ചെയ്യാനൊരുങ്ങി ഐവർ-മഠം കൃഷ്ണപ്രസാദ് വാര്യർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.